ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു പൈനാപ്പിൾ പുഡിങ്ങാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ പുഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതെന്ന്. ഇതിനായിട്ട് ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പൈനാപ്പിളിൻ്റെ നാലിലൊരു ഭാഗം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തുള്ള ആ സീഡ്സ് വരുന്ന ഭാഗമെല്ലാം കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ഏത് പാത്രത്തിലാണോ പുഡിങ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഒന്ന് ലെവൽ ചെയ്ത് നിരത്താനും വേണ്ടത്ര എടുത്താൽ മതി. പിന്നെ ഞാൻ ഒരു പൈനാപ്പിളിൻ്റെ എസൻസ് എടുത്തിട്ടുണ്ട്. ഇത് 1/2 ലിറ്റർ പാലിന് 1/2 ടീസ്പൂൺ എന്ന അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല. പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാരയുടെ അളവ് ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ഒന്ന് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് പറയുന്നുണ്ട്. പിന്നെ നമുക്കിതിനകത്തേക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ജലാറ്റിനല്ല ഞാൻ ചേർക്കുന്നത്, ചൈന ഗ്രാസ് ആണ്. അപ്പോൾ ഇതൊരു 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഈ 10 ഗ്രാമിൻ്റെ പാക്കറ്റിൽ നിന്ന് 1/2 ലിറ്റർ പാലിന് ഇതിൽ പറഞ്ഞിട്ടുള്ള അളവ് 5 ഗ്രാം ചേർക്കണം എന്നാണ്. അപ്പോൾ 5 ഗ്രാം ചേർത്ത് കഴിയുമ്പോൾ ഇത് നല്ല ഹലുവ പോലെ നല്ല ഹാർഡായിട്ടുള്ള ഉറച്ചിട്ടുള്ള ഒരു പരുവത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ എനിക്ക് അത്രയും ഹാർഡായിട്ടുള്ള പുഡിങ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനൊരു ഏകദേശം 3 ഗ്രാമൊക്കെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ 10 ഗ്രാമിൽ നിന്ന് ഇതിനൊന്ന് 3 പോർഷനാക്കി മാറ്റിയിട്ട് അതിലൊരു പോർഷനാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് സോക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ആദ്യം മാറ്റി വെക്കാം. നമ്മൾ അടുത്ത ചെയ്യുന്ന സംഗതികളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഇതൊന്ന് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് ഈ പൈനാപ്പിളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അല്പം പഞ്ചസാരയും ചേർത്തൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ആ പാത്രത്തിൻ്റെ അടിവശത്തൊന്ന് ലെവൽ ചെയ്ത് നിരത്തി വെക്കാനായിട്ട് എടുത്താൽ മതി. ഇനിയിപ്പോൾ അങ്ങനെ നിരത്തി വെക്കുന്ന താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പുഡിങ്ങിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് മുറിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 2.5 ടീസ്പൂണോ 2.5 വലിയ സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുഡിങ് ആകുമ്പോൾ നല്ല മധുരം വേണമല്ലോ. അപ്പോൾ ഈ 2.5 വലിയ സ്പൂൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാധാരണ മെഷർമെൻറ്റ് സ്പൂണിന് ഒരു 4 ടേബിൾ സ്പൂണോളം വരും കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതിങ്ങനെ തന്നെ നമുക്ക് പുഡിങ്ങിനകത്ത് ചേർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പുഡിങ്ങിന് കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ അത് നന്നായി ഒന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം പുഡിങ്ങിനകത്ത് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് ലൂസായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അളവൊന്ന് ഏകദേശം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ട് ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്നത് അതിനകത്ത് ഒന്ന് ലെവൽ ചെയ്ത് നിരത്തി കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ പുഡിങ്ങിൻ്റെ മിക്സ് തയ്യാറാക്കിയതിന് ശേഷം അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് നിരത്തി വെച്ചിട്ടാണ്. അപ്പോൾ 2 ലെയറായിട്ട് നമുക്കിങ്ങനെ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ നേരിട്ട് നമ്മൾ പുഡിങ്ങിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പുഡിങ്ങിന് 2 കളറായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ 2 കളറായിട്ട് നമുക്ക് കിട്ടും. നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. ഞാനിത് ലെവൽ ചെയ്ത് നിരത്തി കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റി പുഡിങ് ഉണ്ടാക്കുന്ന ആ പാത്രത്തിലേക്ക് നിരത്തി കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനത് പുഡിങ് ട്രേയിൽ നിരത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് നല്ലതുപോലെ ഒന്ന് അതിനകത്ത് സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് അത് കുറച്ച് സോക്കായി വന്നപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറവാണുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഏകദേശം 1/2 കപ്പ് വെള്ളത്തിലാണ് ഞാനിത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. 1/2 കപ്പിനേക്കാൾ ഒരല്പം ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഹാർഡായിട്ടുള്ള പുഡിങ്ങാണ് വേണ്ടതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 5 ഗ്രാമൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച സമയത്ത് തന്നെ നമ്മൾ പാലും ഒന്ന് റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും അതുപോലെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ എസൻസ് അത് 1/2 ടീസ്പൂണ് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചൈന ഗ്രാസ് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും പാലും തിളയ്ക്കും.
അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് 2 പ്രോസസ്സും കഴിഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ 2 അടുപ്പിലും വെച്ചിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതെല്ലാം പാൽ ആദ്യം തിളപ്പിച്ച് വെച്ചതിന് ശേഷം ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ട് ചേർത്തിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ രണ്ടും ഒരേ സമയത്ത് തന്നെ ചെയ്തെടുക്കുകയാണ്. പാൽ നന്നായി ഒന്ന് തിളച്ച് വരണം. അതുപോലെ നമ്മൾ ഈ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം വേണം മെൽറ്റാക്കി എടുക്കാനായിട്ട്. പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് അരിച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇനി അഥവാ എന്തെങ്കിലും മെൽറ്റാവാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് അരിപ്പയിലൂടെ അങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ഡയറക്റ്റായിട്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് പാൽ ഇളക്കി കൊടുക്കുകയും വേണം. ജസ്റ്റ് ഇങ്ങനെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് പാൽ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് ആ ചൈന ഗ്രാസ് എവിടെയാണോ വീഴുന്നത് അവിടെ വെച്ച് കട്ടയായി പോവും. അപ്പോൾ ഞാനത് മുഴുവനായിട്ടും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5-10 മിനിറ്റോളം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി നല്ലതുപോലെ ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്ന സമയത്ത് നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റാം. അതിനുശേഷം ഒരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് അങ്ങനെ ഒരു കുറുകിയ അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നിരത്തി വെച്ചതിൻ്റെ മുകളിലേക്ക് ഞാനിത് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഒഴിക്കുന്നത് ഏകദേശം ഒന്ന് നല്ലൊരു ചൂട് തിളച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമുക്ക് പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് നിരത്തി കൊടുക്കരുത്, പുഡിങ് ട്രേയിലേക്ക്. അപ്പോൾ കുറച്ചൊന്ന് ഒരല്പം ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ഒന്ന് നിരത്തി കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിത് ചെറിയ ട്രേ ആയതുകൊണ്ട് എടുത്തതിൽ കുറച്ച് ബാക്കിയുണ്ട്, അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത് നല്ലതുപോലെ റൂം ടെമ്പറേച്ചറിൽ എത്തിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത്. ആദ്യം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടർത്തി കൊടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മുറിച്ച് മാറ്റി വെക്കാം. അതല്ലെങ്കിൽ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ടും എടുക്കാം. അപ്പോൾ നിങ്ങളെ സൗകര്യം പോലെ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വലിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് കാണിക്കുകയാണ്. ഫ്ലിപ്പ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ ഒന്നുകൂടെ ഭംഗിയുണ്ടായിരിക്കും. ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഇതിനകത്തേക്ക് വെച്ചതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കാണിച്ചതാണിത്. അപ്പോൾ ഇതിൻ്റെ അപ്സൈഡ് ഡൗൺ ആക്കിയപ്പോൾ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഈ പുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.